ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തിരുമല കുണ്ടമംഗടൂർ ലൊക്കേഷനിലാണ്. ഇവിടെ 9 സെൻറ്റിൽ 3000 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം, അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയതും കൂടാതെ 4 കാറുകൾക്കും പാർക്ക് ചെയ്യാൻ പറ്റിയൊരു വീടാണ്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1,70,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ ഒരു ലൊക്കേഷൻ ബസ് റൂട്ടിന് വളരെ അടുത്താണ്. കൂടാതെ 9 സെൻറ്റ് മൊത്തത്തിൽ ചുറ്റും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പ്ലാന്റ്സ് കാണാം. ഒരു ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കിണർ നൽകിയിട്ടുണ്ട്. ആ ഭാഗത്തേക്കും ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ വലിയൊരു കാർ പോർച്ച് ഉണ്ട്. 2 കാറുകൾ അതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇവിടെയായിട്ടും മുറ്റത്തായിട്ടും കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി നേരെ സിറ്റൗട്ടിലേക്ക് വരാം. സിറ്റൗട്ട് സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റ് ആണ്. അതുകൂടെ തന്നെ ആ ഒരു ഫ്ലോറിംഗ് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്ന 2 തൂണുകൾ കാണാം. അതിനെല്ലാം ഒരു ടെക്സ്ചർ, അതായത് ഒരു നാച്ചുറൽ സ്റ്റോൺ പോലെ തോന്നിക്കുന്ന ക്ലാഡിങ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഫ്രണ്ട് കഥക് തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. നമ്മൾ നേരെ വരുന്ന വലിയൊരു ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ ഡബിൾ ഹൈറ്റ് നൽകിയിരിക്കുന്നത്. വലിയൊരു മിനി ഷാൻലിയറുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വിൻഡോസ് കാണാം. ഇവിടെ ആയിട്ട് വോൾ ഹാങ്ങിങ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചറാണ് ഈ ഭിത്തിക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വലിയൊരു TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം WPC പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും ഒരു വോൾ ഹാങ്ങിങ് ആയിട്ടുള്ള ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും WPC പാനൽ കാണാം. ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തു നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിലും ഇവിടെയും ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ സീലിംഗ് വർക്കുകൾ കാണാം. കൂടാതെ തന്നെ ഇവിടെ ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷിംഗ് കൊണ്ട് നോക്കുകയാണെങ്കിൽ ഫ്ലൂട്ടഡ് പാനലാണ് ഈ പാനലിംഗ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെ ആയിട്ട് പോയിന്റ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹാങ്ങർ കൊടുത്തിട്ടുണ്ട്. ജാഗോറിൻ്റെ വാഷ് ബേസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റർ ടാപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റ് ആണ്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്പൺ കിച്ചണിലേക്ക് മൊത്തത്തിൽ ആർച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ WPC പാനൽ കൊടുത്തിട്ടുണ്ട്. വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പോയിന്റ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. മൊത്തത്തിൽ WPC ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റ് കാണാം. മുകളിലായിട്ടും പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രിഡ്ജ് വയ്ക്കാൻ എത്ര വലിയ ഫ്രിഡ്ജും സുഖമായിട്ട് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ തന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പുള്ളി യൂണിറ്റാണ്. അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് കാണാം. കൂടാതെ തന്നെ ഇതുപോലുള്ള ഒരുപാട് ഡ്രോയർ സ്പേസുള്ള ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് സ്പേസാണ്. അങ്ങനെയുള്ള സോസർ യൂണിറ്റ് ആണെങ്കിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. കൂടാതെ ഇവിടെ ആയിട്ട് അല്ലാത്തുള്ള സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്കേഴ്സിൻ്റെ സാധനങ്ങൾ ഇരിക്കുകയാണ് ഇവിടെ. അതെല്ലാം 2 ദിവസത്തെ വർക്ക് കൂടെ ഉണ്ട്. എല്ലാം നീറ്റാക്കി തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ WPC പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഐലൻഡ് കിച്ചനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഹുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്യാം. ഇവിടെ ആയിട്ട് ഇലക്ട്രിക് ചിമ്മിനി സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ അതിൻ്റെ വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയിലേക്ക് ഇവിടെ ആയിട്ട് ഒരു ആർച്ച് കൊടുത്തിരിക്കുന്നത്. അതിനെല്ലാം പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം WPCൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹുഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ചില മാത്രമല്ല വർക്ക് ഏരിയയിലും വലിയൊരു പുള്ളി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ തന്നെ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഹുഡ് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലൈ എന്ന ബ്രാൻഡാണ്. അടിയിലായിട്ട് ബേസ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിൽ കണ്ടുകൊണ്ട് തന്നെ വലിയ സ്റ്റോറേജ് സ്പേസ് വർക്ക് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം അതുപോലെ തന്നെയാണ്. ഫുള്ളായിട്ടും അപ്പർ ക്യാബിനറ്റും ബേസ് ക്യാബിനറ്റും എല്ലാം കാണാം. ഇവിടെ ആയിട്ട് സിങ്കോ കാണാം. 2 സിങ്കോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അത് കിച്ചണിൽ കൊടുത്ത പോലെ വർക്ക് ഏരിയയിലും പ്രത്യേകിച്ച് സിങ്കോ കാണാം. ഇവിടെ പുറകിലായിട്ട് നല്ല സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയൊരു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഗ്യാസ് സിലിണ്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് കാണാം. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഈ ഒരു ഭിത്തി നോക്കുവാണെങ്കിൽ മുതൽ ഫ്ലൂട്ടഡ് പാനൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ 3 ഫേസ് കണക്ഷനാണ്. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് വരാം. ഈ റൂം നോക്കുവാണെങ്കിൽ വലിയ റൂമാണ്. വലിയ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 6x4 സൈസുള്ള ടൈൽസാണ്. അതുപോലെ മുകളിലാണ് നോക്കുവാണെങ്കിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. WPC പാനൽ കൊടുത്തിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് ഇവിടെ കാണാം. അതുപോലെ മൊത്തത്തിൽ ഒരു സർഫസ് ലൈറ്റൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ 4 വിൻഡോസ് കാണാം. ഫ്രണ്ടിലേക്ക് നല്ല ആക്സസ് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് കാണാം. അവിടെയും ഒരു ഗോൾഡൻ സ്ട്രിപ്പിലുള്ള പാനൽ കൊടുത്തിരിക്കുകയാണ്. കൂടാതെ തന്നെ ഇവിടെ എല്ലാം ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നൈറ്റ് ലാമ്പ് അല്ലെങ്കിൽ ഫുഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ഡോറൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും ഇവിടെ വോൾ ഹാങ്ങിങ് ആയിട്ടുള്ള ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെറ എന്ന ബ്രാൻഡാണ്. ജാഗ്വാറിൻ്റെയാണ് ഫ്രഷ് ടാങ്ക് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കോസാർ ഡ്രൈവർ യൂസ് ചെയ്തിട്ടുണ്ട്. സെറയുടെ വാഷ് ബേസ് ചെയ്തിട്ടുണ്ട്. വലിയൊരു വാഷ്റൂമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സീലി ഹൈറ്റ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് കാണാം. മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് WPC പാനലോടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂമിലേക്ക് ഇവിടെ ആയിട്ട് ഫുഡ് ലാമ്പ് അല്ലെങ്കിൽ നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള വാഷ്റൂം തന്നെയാണ്. ഇവിടെയും ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാറും സെറയും കോസയും ആണ്. ഇവിടെയും സീലിംഗ് ഹൈറ്റ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട്.
ഇനി 2 ബെഡ്റൂമുള്ള മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകും. അപ്സ്റ്റെയറിലേക്ക് വരുമ്പം ട്രെഡ് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു പ്രൊഫൈൽ ലൈറ്റ് പോകുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ഹാൻഡ് റെയിൽസ് എല്ലാം തേക്കാണ്. ഇവിടെ ടഫൺ ഗ്ലാസ് വാഷ് ചെയ്തിരിക്കുന്ന ഒറ്റ ഗ്ലാസ്സാണ് പോയിരിക്കുന്നത്. ഇവിടെ ഒരു ടെക്സ്ചർ കാണാം, ഒരു വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷാലിയുടെ പോലെ സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നല്ല രീതിയിൽ നീറ്റായിട്ടാണ് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ വരുന്ന ഒരു അപ്പർ ലോഞ്ചിലേക്കാണ്. ഇവിടെ അപ്പർ ലോഞ്ചിലായിട്ട് ഒരു റിലാക്സിംഗ് ലോഞ്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം WPC മേലെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ പോയിന്റ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഫ്ലൂട്ടഡ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരാം. ഇവിടെ നേരെ ഒരു പാലം പോലെ ബ്രിഡ്ജ് പോലെ കൊടുത്തിരിക്കുന്ന 2 ഭാഗത്തായിട്ട് ഹാൻഡ് റെയിൽസ് കാണാം. അതുവഴി നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക്, അതായത് കയറിയിട്ട് നമുക്ക് റൂഫ് ടോപ്പിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഈ ഒരു ബാൽക്കണി നോക്കുവാണെങ്കിൽ ഈ ഡോറെല്ലാം തേക്ക് തന്നെയാണ്. ഇതിൻ്റെ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെയെല്ലാം വലിയ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെയെല്ലാം എപ്പോക്സി വർക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ അങ്ങോട്ടേക്ക് അതുപോലെ തന്നെ ഒരു ഗസീബോ കൊടുത്തിരിക്കുകയാണ്. നല്ല സ്പേസുള്ള ഗസീബോയാണ് അത്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ മുകളിലെ 2 ബെഡ്റൂം ഈ 2 ഭാഗങ്ങളിലാണ് വരുന്നത്. ആ റൂമിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എപ്പോക്സി വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാലും കാണിച്ചു തരാം. ഈ റൂം നല്ല സ്പേസുള്ള റൂം തന്നെയാണ്. ഇവിടെയും 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകളിലെല്ലാം സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ വലിയൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ചാക്കിക്കൊണ്ട് ഒരു ക്യൂബിക്കിൾ കൊടുത്തിട്ടാണ് ഈ ഒരു വാഷ്റൂം ചെയ്തിരിക്കുന്നത്. ഇത് നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം ഒരു റൈൻ ഷവർ കൊടുത്തിട്ടുണ്ട്. വലിയ റൈൻ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ സീലിംഗ് ഹൈറ്റ് ടൈൽ ഒടിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഡയബറ്ററി യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രൈ ഏരിയ, അവിടെ ആയിട്ട് ക്ലോസറ്റ് കാണാം. അതെല്ലാം സെറ എന്ന ബ്രാൻഡാണ്. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സീലിംഗ് ഹൈറ്റ് ടൈൽ ഒടിച്ചിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ വലിയ ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സിമ്പിളായിട്ടുള്ള ഗ്രീൻ തീമ കൊടുത്തിട്ടുള്ള ടെക്സ്ചറുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സർഫസ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് പോകും. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും ഇവിടെയും ഫുഡ് ലാമ്പ് അല്ലെങ്കിൽ ലൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വലിയൊരു വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ്. കൂടാതെ തന്നെ ഡ്രൈ ഏരിയ വെറ്റിയിട്ട് പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള സീലിംഗ് ഹൈറ്റുള്ള ടൈൽ ഒടിച്ചിട്ടുള്ള വാഷ്റൂംസാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഒരു ഓപ്പൺ ടെറസ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലേക്ക് പോകും. ഇതാണ് ഒരു ഓപ്പൺ ടെറസ് ഏരിയ. ഈ ഒരു ഓപ്പൺ ടെറസ് നോക്കുവാണെങ്കിൽ മുകളിലായിട്ട് ഷീറ്റ് ചെയ്തിട്ടുണ്ട്. GI ട്യൂബുകൾ കാണാം. അപ്പോൾ അങ്ങനെ നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെയാണ് സ്വിച്ച് ബോർഡ് കാണാം. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടാതെ തന്നെ ഒരു റൂഫ് ടോപ്പ് പീരിയഡ് ഉണ്ട്. ടോട്ടൽ 9 സെൻറ്റിൽ 3000 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും അങ്ങനെ നീറ്റായിട്ട് ഇൻറ്റീരിയർ ഇരിക്കുന്ന ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1,70,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്.